ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലെംസി വ്ലോഗ്. ക്ലെംസി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവക്കാഡോ ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഞാൻ വന്നിട്ടുള്ളത് ഒരു അവക്കാഡോ എടുത്തിട്ടുണ്ട്. ഇതാ ഈ ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇത് ഞെങ്ങുന്നുണ്ട്. ഇങ്ങനെയാണ് അവക്കാഡോ പഴുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള പഞ്ചസാരയും പാലുമാണ് എടുത്തിട്ടുള്ളത്. പാല് ഫുള്ള് കട്ടയാക്കി എടുത്തിട്ടില്ല, കുറച്ച് ലൂസായിട്ടാണ് പാലെടുത്തിട്ടുള്ളത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. ഇത് അവക്കാഡോ ഞാനിതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുരു മാറ്റി വെക്കാം. അവക്കാഡോ നല്ല പോഷക ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ്. അവക്കാഡോ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി, സാലഡ്, ഷെയ്ക്ക് എന്നിവയൊക്കെ തയ്യാറാക്കാം. ഈ ജ്യൂസിൽ ഞാൻ ഐസ്ക്രീമോ വേറെ ഒന്നും ചേർക്കുന്നില്ല. വെറും ഈ പാലും പഞ്ചസാരയും മാത്രം വെച്ചിട്ടാണ് ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അവക്കാഡോ ഇതുപോലെ പൾപ്പ് തൊലി കളഞ്ഞിട്ട് ഈ പൾപ്പ് മാത്രം എടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയേറെ നന്ദി അറിയിക്കുന്നു. ഈ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇനി പൾപ്പ് പഞ്ചസാരയും പാലും മിക്സിയുടെ ജാറിലിട്ട് വെച്ചിട്ട് നല്ല സ്മൂത്തി ഉണ്ടാക്കാം. ഓട്സ് വെച്ചിട്ട് ഓട്സ്, അവക്കാഡോ, പഴം, ഡേറ്റ്സ് എന്നിവയൊക്കെ ചേർത്തിട്ട് നല്ല സ്മൂത്തി ഉണ്ടാക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ സ്മൂത്തി ഈ അവക്കാഡോ വെച്ചിട്ട് ഉണ്ടാക്കാം. പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് ജ്യൂസാക്കി എടുക്കാം. പിന്നെ എൻ്റെ ചാനലിൽ കുറേ ഞാൻ നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കാണണം. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം കണ്ടതിന് ശേഷം. ഉപ്പ് വെച്ചിട്ട് നല്ല ട്രിക്ക് ആൻഡ് ടിപ്സ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയേറെ നന്ദി അറിയിക്കുന്നു. ഇനിയും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.